എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി തങ്ങളുടെ പദ്ധതി നിർവഹണ പരിധിയിൽ പ്രധാനമായും കുടുംബങ്ങളുടെ സ്വയം പര്യാപ്തതയ്ക്കാണ് ഊന്നൽ നൽകിയത്. ഓരോ കുടുംബങ്ങളുടെയും സാമ്പത്തിക സുസ്ഥിരതയ്ക്കൊപ്പം ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്വാശ്രയത്തിലേക്ക് അവരെ നയിക്കും വിധമാണ് പ്രോജക്റ്റുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മട്ടുപ്പാവിലും വീട്ടുപരിസരത്തും സ്വന്തം ആവശ്യത്തിനുതകുന്ന പഴം, പച്ചക്കറി, മത്സ്യകൃഷിക്കും ഔഷധ സസ്യ പരിപാലനത്തിനും വിദഗ്ധ പരിശീലനവും പ്രോത്സാഹനവും കുടുംബങ്ങൾക്ക് സൊസൈറ്റി നൽകി വരുന്നു. പ്രസ്തുത പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾ ഒരു പടി കൂടി കടന്ന് തങ്ങൾക്കാവശ്യമുള്ളതിൽ കൂടുതൽ ഉൽപാദനം നടത്തി അധികമായവ സമീപവാസികൾക്ക് സൗജന്യമായി വിതരണം ചെയ്ത് സൊസൈറ്റി ആവിഷ്കരിച്ച സാമൂഹിക സമത്വത്തിലേക്ക് സ്വയം പങ്കാളികളായി. വീട്ടുപരിസരത്തെ ഒഴിവു സമയ കൃഷിയിൽ നൂതന ആശയങ്ങൾ പരീക്ഷിക്കാനും പുതുസാധ്യതകൾ തേടാനും കുടുംബങ്ങൾ പ്രാപ്തരായി എന്നത് ഈ പദ്ധതിയുടെ മറ്റൊരു നേട്ടമാണ്. ഞാൻ 10-15 കൊല്ലത്തോളമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും, കോഴി വളർത്തലും മീൻ വളർത്തലും, ഒരു കുളമുണ്ട്, അതിനകത്ത് മീൻ വളർത്തുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഞങ്ങൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമാകണം. ഇതിനെല്ലാം സഹായകമായിട്ട് ESSൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ജൂണിൽ നടത്തിയ പരിസ്ഥിതിയുടെ ഭാഗമായിട്ട് നടത്തിയ മത്സരത്തിൽ, കിച്ചൺ ഗാർഡൻ മത്സരത്തിൽ എനിക്ക് 1ാം സമ്മാനം ലഭിക്കുകയുണ്ടായി. ഞങ്ങൾ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ പിന്നെ മുട്ടയൊക്കെ ഞങ്ങളുടെ ആവശ്യം കഴിച്ചിട്ടുള്ളത് ഞങ്ങൾ അയൽവാസികൾക്കും ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാറുണ്ട്. ഞങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞിട്ടുള്ളത് വരുന്നത് ചിലപ്പോഴൊക്കെ ഫ്രണ്ടിൽ ഗേറ്റിൻ്റെ പുറത്തായിട്ട്, റോഡ് സൈഡിലാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഫ്രണ്ടിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അവിടെ കൊണ്ട് വെക്കും. അപ്പോൾ ഇതിലെ ജോലി കഴിഞ്ഞൊക്കെ പോകുന്ന ആൾക്കാർ അതെടുത്തുകൊണ്ട് പോകാറുണ്ട്. വെച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് തീരും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതെല്ലാം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു സഹായം കൊണ്ടാണ് എല്ലാം നടക്കുന്നത്. എല്ലാത്തിനും എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ ഹസ്ബൻഡ് കൂടെയുണ്ട്. പൂർണ്ണമായിട്ടും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം. ഇതിനെല്ലാത്തിനും ESSൽ നിന്ന് ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആരോഗ്യകരമായ ജീവിതത്തിന് വേണ്ടുന്ന എല്ലാം സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാനും അത് മറ്റുള്ളവർക്ക് കൊടുക്കാനും ഞങ്ങൾക്ക് സാധിക്കുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. മനസ്സ് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും സ്വന്തം വീട്ടിൽ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് കുറച്ച് സമയവും പ്രയത്നമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായിട്ട് എനിക്ക് പച്ചക്കറികളും അതോടൊപ്പം തന്നെ എനിക്ക് ആവശ്യമുള്ള വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുന്ന ആശയത്തോടു കൂടി ഈ മെട്രോ സിറ്റിയിൽ താഴത്ത് സ്ഥലമില്ലാത്ത അവസ്ഥകളിലും ഞങ്ങൾ മട്ടുപ്പാവ് കൃഷി ചെയ്ത് എനിക്ക് ആവശ്യമുള്ള വിഷമില്ലാത്ത പച്ചക്കറികൾ ഉപയോഗിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്കും എനിക്കത് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നു. ഒത്തിരിയേറെ ആളുകൾ ഇതിൻ്റെ ഉപഭോക്താക്കളാണ്. ഞങ്ങളുടെ സംഘങ്ങളുണ്ട്. ആ സംഘങ്ങളിലൂടെയെല്ലാം അംഗങ്ങളിത് വാങ്ങിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വളരെ നല്ലതാണ്. ക്യാൻസർ എന്നുള്ള മാരക രോഗങ്ങളും മറ്റു ഭൗതിക രോഗങ്ങളും ഇല്ലാതാക്കുവാൻ വേണ്ടി നമുക്ക് വിഷമില്ലാത്ത ജൈവ പച്ചക്കറി ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഒരു ഉദ്യമത്തിന് വേണ്ടിയാണ് ഞാനും എൻ്റെ കുടുംബവും
വളരെ ഉത്സാഹത്തോടെ വർഷങ്ങളായിട്ട് മട്ടുപ്പാവിൽ ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ESSൽ നിന്നുള്ള ഒത്തിരിയേറെ പിന്തുണ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ലോണുകൾ സാങ്ഷനാക്കി തന്നിട്ടുണ്ട്. എനിക്ക് ചെടിച്ചട്ടികൾ, വളം, ഇതിനു വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും കിട്ടുന്നത് കൊണ്ടാണ് എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇതിനെ ഉപയോഗപ്പെടുത്താനും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും മറ്റുള്ളവർക്ക് ഇതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിച്ച് ടെൻഷനും വിഷമവും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി ഈ ചെടികളുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ നമുക്കതിനൊരു ആശ്വാസവും സമാധാനവും നമുക്ക് ലഭിക്കാറുണ്ട്. കോവിഡ് മഹാമാരിയുടെ അനന്തരഫലങ്ങളിൽ ഒന്നാണ് തൊഴിൽ മേഖലയിലെ അരക്ഷിതാവസ്ഥ. സ്വദേശത്തും വിദേശത്തും ഒട്ടനവധി തൊഴിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കുടുംബങ്ങളുടെ സാമ്പത്തിക അടിത്തറ താറുമാറായ അറുതിയുടെ ഇക്കാലത്ത് എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി പുരുഷ സ്വയം സഹായ സംഘങ്ങൾ വഴി ഒട്ടനവധി വ്യക്തികൾക്കാണ് വിവിധങ്ങളായ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുവാൻ താങ്ങായത്. ചെറുതും വലുതുമായ വ്യത്യസ്ത തൊഴിൽ സാധ്യതകളാണ് ഇതുമൂലം സമൂഹത്തിന് തുറന്നു കിട്ടിയത്. അവ അനവധിയായ കുടുംബങ്ങൾക്ക് ജീവിതത്തിന്റെ പുതുവെളിച്ചം തെളിയിക്കുവാൻ കാരണമാവുകയും ചെയ്തു. എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ കലൂർ പൊറ്റക്കുഴിയിലുള്ള 20 പേരടങ്ങുന്ന ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ് നവോദയ MSHG പൊറ്റക്കുഴി. ഈ സംരംഭം ഞങ്ങൾ ഒരു കോവിഡ് കാലഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ കുറേ ആലോചിക്കുകയും നിലവിലുള്ള എല്ലാവരുടെയും തൊഴിൽ മേഖല മൊത്തം സ്തംഭിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരാശയം, മൂവബിൾ കാർ സ്പാ എന്നുള്ള ഒരാശയം ഞങ്ങളിൽ ഉരുത്തിരികയും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ തിരുവനന്തപുരം ആസ്ഥാനമായിട്ടുള്ള കാർ ക്ലെൻസ് എന്ന് പറഞ്ഞ ഒരു മൂവബിൾ കാർ സ്പായുടെ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ESSൻ്റെ കോർഡിനേറ്റർമാരായി സംസാരിക്കുകയും അവർ അതിനു വേണ്ട സാമ്പത്തിക സഹായം, ലോണും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് അവർ വന്ന് ട്രെയിനിങ് നടത്തുകയും ഞങ്ങൾ 5 പേരടങ്ങുന്ന 20 പേരിൽ 5 പേര് അടങ്ങുന്ന ഒരു കൂട്ടായ്മ ഇതിന് മുന്നിട്ടിറങ്ങുകയും ഇപ്പോൾ ഞങ്ങൾ വലിയ തെറ്റില്ലാതെ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങളുടെ സ്ഥിരമായ ജോലികളെല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ഇതുകൊണ്ട് വലിയ തെറ്റില്ലാതെ അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള മാർഗ്ഗങ്ങൾ ഞങ്ങൾക്ക് ESS ഇതിൽ നിന്നും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വർക്കിന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ സ്റ്റാഫാണ് 2 പേര്. പക്ഷേ സ്റ്റാഫ് ഉണ്ടെങ്കിൽ തന്നെ ഇതെല്ലാം ഞങ്ങൾ തന്നെയാണ് ഓൺലൈനിലൂടെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ലീഡ് ചെയ്യുന്നത്. നമ്മൾക്കൊരു ഓഫീസുണ്ട്. പൊറ്റക്കുഴിയിൽ ഞങ്ങളൊരു ഓഫീസ് എടുത്തിട്ടുണ്ട്. പൊറ്റക്കുഴി ചെറുപുഷ്പ ദേവാലയത്തിൻ്റെ അടുത്ത് വ്യാപാരഭവൻ ബിൽഡിങ്ങിൽ ഇപ്പോൾ ഒരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. ഓഫീസിലാണ് നമ്മളിരിക്കുന്നത്. ബാക്കി വരുന്ന വർക്കുകളെല്ലാം ഓൺലൈനിലൂടെ ഡയറക്റ്റ് ചെയ്യുകയും സ്റ്റാഫ് അത് കൃത്യസമയത്ത് പോയി ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്നവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ തൊഴിലാളികളെ ചേർത്തു നിർത്തി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു കയറ്റുന്നതിനും അവർക്കർഹമായ ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ, ക്ഷേമനിധി, ലിംഗസമത്വം, വേതനം, തൊഴിൽ സമയ ഏകീകരണം എന്നിവയിൽ കാര്യക്ഷമമായി ഇടപെടുന്നതിന് KCBCയുടെ നേതൃത്വത്തിലുള്ള കേരള ലേബർ മൂവ്മെന്റിന്റെ വരാപ്പുഴ ഘടകം എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ വിവിധ തൊഴിലിടങ്ങളിൽ ക്രിയാത്മകമായി പ്രവർത്തിച്ചു വരുന്നു. തയ്യൽ, പീടിക, ഗാർഹിക, നിർമ്മാണ, മത്സ്യത്തൊഴിൽ രംഗത്താണ്
KLMന്റെ വരാപ്പുഴ രൂപതാ ഘടകം കൂടുതൽ ഊന്നൽ നൽകി വരുന്നത്. അവകാശങ്ങളിലെ ബോധവൽക്കരണത്തോടൊപ്പം സാമൂഹിക സുരക്ഷ, കുടുംബങ്ങളുടെ ബഡ്ജറ്റ്, ആരോഗ്യ പരിപാലനം തുടങ്ങിയ അനുബന്ധ വിഷയങ്ങളും തൊഴിലാളികൾക്കിടയിൽ ചർച്ച ചെയ്തും നിർവഹണത്തിന് പ്രേരിപ്പിച്ചും KLMന്റെ പ്രവർത്തകർ ഉത്തരവാദിത്തത്തോടെ തൊഴിൽ മേഖലയിൽ ഇടപെടുന്നു. അതിഥി തൊഴിലാളികളുടെയും പ്രവാസികളുടെയും ക്ഷേമപ്രവർത്തനത്തിലും ഭക്ഷ്യ ആരോഗ്യ സംരക്ഷണത്തിലും KLM പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. വരാപ്പുഴ അതിരൂപതയുടെ സാമൂഹ്യ പ്രവർത്തന വിഭാഗം എന്ന വിധത്തിൽ എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ വലിയ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അസംഘടിതരായ തൊഴിലാളികളിലെ ഒരു വിഭാഗമാണ് ഇന്ന് പ്രത്യേകിച്ചും കേരളത്തിൽ പ്രവാസി ആയ തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ എന്ന് നമ്മൾ വിളിക്കുന്ന, നമ്മുടെ നാട്ടിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന കുടിയേറ്റ തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രവാസി കാര്യാലയത്തിൻ്റെ സെക്രട്ടറി എന്നൊരു വിധത്തിൽ എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയോട് സഹകരിക്കാനും അതിഥി തൊഴിലാളികളെ സംഘടിപ്പിക്കാനും അവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഈ അടുത്ത കാലത്ത് തന്നെ എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി വാക്സിനേഷൻ ക്യാമ്പ് നടത്തുകയും വന്ന 200ഓളം തൊഴിലാളികൾക്ക് അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ, ഭക്ഷണ കിറ്റുകൾ നൽകി എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി അവരെ ക്ഷേമ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രവാസി വിഭാഗവും അതിൻ്റെ ഭാഗമായിരുന്നു. കേരളത്തിൽ ഏകദേശം 40 ലക്ഷത്തിലധികം അതിഥി തൊഴിലാളികളുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നു. എല്ലാ തൊഴിലാളികളെയും പോലെ അവർക്കും അവകാശമുണ്ട്. അവരെ ഒരു വലിയ വിധത്തിൽ കേരള ജനത അവരെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് അവരുടെ ആരാധന സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് പള്ളിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. അവരേത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ആരാധന സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം തന്നെ തൊഴിലിനോട് ബന്ധപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും, മിനിമം വേതനം ഉൾപ്പെടെ, സാമൂഹ്യ സുരക്ഷ ഉൾപ്പെടെ എല്ലാം ഈ തൊഴിലാളികൾ കൂടി അവകാശപ്പെട്ടതാണ്. അത്തരത്തിൽ ഇവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയോടൊപ്പം ഭാരതത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രവാസി വിഭാഗം ശ്രമിച്ചിട്ടുണ്ട്. എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതും പുതിയ പദ്ധതികൾ സേവന പരിധിയിൽ അവതരിപ്പിക്കുന്നതും അവയുടെ പൂർണ്ണതയ്ക്കായി അക്ഷീണം പ്രവർത്തിക്കുന്നതും വില്ലേജ് ഓർഗനൈസർ അഥവാ VOമാർ എന്നറിയപ്പെടുന്ന വനിതാ സംഘമാണ്. വരാപ്പുഴ അതിരൂപതയുടെ വിവിധ ഫൊറോനകൾ കേന്ദ്രീകരിച്ച് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന VOമാർ യഥാർത്ഥത്തിൽ സൊസൈറ്റിയുടെ സാമൂഹിക മുഖമാണ്. ഓരോ പദ്ധതികളും വിശദമായി പഠിച്ച് അവയുടെ പ്രായോഗിക വശങ്ങൾ ചർച്ച ചെയ്ത് സംശയങ്ങൾ ദൂരീകരിച്ച് അവ സമൂഹത്തിൽ അവതരിപ്പിക്കുകയും പൂർണ്ണതോതിൽ ജനകീയമാക്കുകയും എന്നത് സംഘത്തിന്റെ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. പൊതുസമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയുകയും അവരുടെ ആശങ്കകളും ആദികളും നേരിട്ടറിഞ്ഞ് സൊസൈറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവർക്കനുകൂല പ്രൊജക്റ്റുകൾ കണ്ടെത്തി സഹായമെത്തിക്കുന്നതിലും ഭവനരഹിതരെ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കുന്നതിലും VOമാരുടെ പങ്ക് പ്രശംസനീയമാണ്. സജീവരായ ഇത്തരം സന്നദ്ധ സംഘമാണ് എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രധാന ശക്തി സ്രോതസ്. വരാപ്പുഴ അതിരൂപതയുടെ ആദ്യത്തെ തദ്ദേശീയ മെത്രാപ്പോലിത്തയായ അഭിമന്യ ജോസഫ് അട്ടിപ്പേറ്റി പിതാവിൻ്റെ ദർശനങ്ങളുടെ സാക്ഷാത്കാരമാണ് എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്ന ഈ സ്ഥാപനം. ജോസഫ് അട്ടിപ്പേറ്റി പിതാവ് തുടങ്ങിവെച്ച 1962 തുടങ്ങിവെച്ച ഈ വലിയൊരു പ്രസ്ഥാനം ഇന്ന് 60 വർഷം പിന്നിടുമ്പോൾ വളരെയേറെ സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയവരെ ചേർത്ത് നിർത്തുവാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചിട്ടുണ്ട്. ക്രൈസ്തവ മൂല്യങ്ങൾക്ക് അധിഷ്ഠിതവും അതുപോലെ നീതിപൂർവകവുമായ പ്രവർത്തന ശൈലിയിലൂടെ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരെ ചേർത്ത് നിർത്തുവാനും
അവർക്ക് കൈത്താങ്ങാകുവാനും ഒക്കെ ഈ സ്ഥാപനത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇന്നത്തെ വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്തയായ അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവാണ് ഈ സ്ഥാപനത്തിൻ്റെ രക്ഷാധികാരി. അദ്ദേഹത്തിന് കീഴിലായി ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് അഥവാ ഡയറക്ടറായി പ്രവർത്തിക്കുന്നത് ഫാദർ മാർട്ടിൻ അഴീക്കകത്താണ്. അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു ജനറൽ ബോഡിയും ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി 7 അംഗങ്ങൾ അടങ്ങുന്ന ഒരു ഗവേണിംഗ് കൗൺസിലുമാണ് ഞങ്ങൾക്കുള്ളത്. ഈ ഓഫീസ് സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഡയറക്ടർ, അസിസ്റ്റൻറ്റ് ഡയറക്ടർ എന്നിങ്ങനെ അടങ്ങുന്ന 21 സ്റ്റാഫ് അംഗങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. ഇതിൽ സെൻട്രൽ കോർഡിനേറ്റേഴ്സായി പ്രവർത്തിക്കുന്ന സ്റ്റാഫാണ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. അതിനും കീഴെയായി ഫീൽഡ് ആനിമേറ്റേഴ്സായി വില്ലേജ് ഓർഗനൈസേഴ്സ് എന്ന് ഞങ്ങൾ വിളിക്കുന്ന ചേച്ചിമാരാണ് ഓരോ പ്രവർത്തനങ്ങളും ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് എത്തിക്കുന്നത്. വരാപ്പുഴ അതിരൂപത 8 ഫൊറോനകളിലായി പന്തലിച്ചു കിടക്കുമ്പോൾ ഈ 8 ഫൊറോനകളെയും 8 റീജിയണുകളായി തിരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഓരോ റീജിയണുകളിലും സെൻട്രൽ കോർഡിനേറ്റേഴ്സായ സ്റ്റാഫുമാർ വർക്ക് ചെയ്യുന്നു. അവരുടെ താഴെയായ വില്ലേജ് ഓർഗനൈസേഴ്സ്, അതിനും താഴെ ആ വില്ലേജ് ഓർഗനൈസേഴ്സിലൂടെയാണ് നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ESSൻ്റെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആക്ടിവിറ്റീസ് ആ ഓർഗനൈസേഷൻ സ്ട്രക്ചർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരിലൂടെ SHGs പോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും സാധാരണക്കാരിലേക്ക് എത്തിക്കുവാനായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആയിരത്തി 1991 കാലഘട്ടത്തിൽ ജോസ് പടിയേരമ്പറമ്പിൽ അച്ഛൻ ESS ഡയറക്ടറായിരിക്കുമ്പോഴാണ് മൈത്രി ക്രെഡിറ്റ് യൂണിയൻ ആരംഭിച്ചത്. സ്ത്രീകളുടെ സാമ്പത്തിക ഉന്നമനമായിരുന്നു നമ്മുടെ പ്രധാന ലക്ഷ്യം. 9 ഘട്ടങ്ങളിലായി നടന്ന മൈത്രി ക്രെഡിറ്റ് യൂണിയൻ പദ്ധതിയിൽ 60,000-ലേറെ സ്ത്രീകൾ അംഗങ്ങളായിട്ടുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ആഴ്ചകൾ തോറും ട്രെയിനിങ് പ്രോഗ്രാംസും സ്ത്രീ ശാക്തീകരണം, ഇൻഷുറൻസ്, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണം നൽകിയിട്ടുണ്ടായി. 2021 ജനുവരി 6-ാം തീയതി മൈത്രി നിധി ലിമിറ്റഡ് എന്ന പേരിൽ മൈത്രിയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ പുനരാരംഭിച്ചു. മൈത്രി സമ്പാദ്യ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് സമ്പാദ്യ പദ്ധതികളും അവരുടെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വായ്പാ പദ്ധതികളും നടപ്പിലാക്കി വരുന്നു. മിതവ്യയവും സാമ്പത്തിക അച്ചടക്കത്തിലൂടെ ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയുമാണ് മൈത്രി പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. 2016 ഈ അതിരൂപതയുടെ അജപാലന ശുശ്രൂഷ ഏറ്റെടുത്തതിന് ശേഷം എന്നെ വളരെയധികം സ്പർശിച്ച ഒരു യാഥാർത്ഥ്യമുണ്ട്. ഞാൻ വിചാരിച്ചതിലും കൂടുതൽ ആളുകൾക്ക് സ്വന്തമായി വീടില്ല. അപ്പോൾ ഞാനൊരു പദ്ധതി ആരംഭിക്കാൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടറിനോട് ആവശ്യപ്പെട്ടു. ആർച്ച് ബിഷപ്പ് സ്നേഹഭവന പദ്ധതി ദൈവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും വിവിധ പ്രോഗ്രാമുകൾക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ, തിരുനാളിനും അതുപോലെ ജൂബിലി പോലുള്ള ആഘോഷങ്ങൾക്കും ക്ഷണിക്കുമ്പോൾ ആഘോഷം കുറച്ച്
ആ പണം എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് ഭവന നിർമ്മാണ പദ്ധതിക്ക് വേണ്ടി നൽകണമെന്ന് ഞാനൊരു ഇടയലേഖനം പുറപ്പെടുവിക്കുകയുണ്ടായി. പോകുന്നിടങ്ങളിൽ നിന്നെല്ലാം ആളുകൾ പല വിധത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കുറേയധികം വീടുകൾ പണിയുന്നതിനും പഴയവ നവീകരിക്കുന്നതിനും ഇതേവരെ എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന വസ്തുത സന്തോഷപൂർവ്വം അനുസ്മരിക്കുന്നു. എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തന മാതൃകകൾ ഏറ്റവും അടുത്തറിഞ്ഞ് അക്കാദമികമായി വിലയിരുത്തപ്പെടുന്നത് അവിടെ പരിശീലനത്തിന് വരുന്ന ബിരുദാനന്തര സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസത്തിലൂന്നിയ സാക്ഷ്യപ്പെടുത്തലുകളിലൂടെയാണ്. നമ്മളിവിടെ ഫീൽഡ് വർക്ക് സ്റ്റുഡൻസ് ആണ്, സോഷ്യൽ വർക്ക് ഫീൽഡ് വർക്ക് സ്റ്റുഡൻസ് ആണ്. BSWസും ഉണ്ട്, MSWസും ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ കൂടെ ഇവിടെ ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ BSW ചെയ്യുന്ന 2 സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ MSW ഫസ്റ്റ് ഇയർ ചെയ്യുന്ന 2 സ്റ്റുഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ മാർ ബെസിലിയോസ് കോളേജിൽ നിന്നും MSW കംപ്ലീറ്റ് ചെയ്ത 2 സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ ഞാൻ സെയിൻറ്റ് ജോസഫ്സ് കോളേജിൽ MSW കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻ്റ് ആണ്. ഇപ്പം കറൻ്റ്ലി ഞാൻ ഇൻറ്റേൺഷിപ്പാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫീൽഡ് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നവരുണ്ട്. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഓഗസ്റ്റിൽ ജോയിൻ ചെയ്തതാണ് ഇവിടെ ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ടൈമിൽ കോവിഡിൻ്റെ സെക്കൻഡ് വേവ് കഴിഞ്ഞിട്ട് ഇവിടെ ഫീൽഡൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കൂടുതലും ഞാൻ ഓഫീസ് വർക്ക്സിലാണ് ഇൻവോൾവ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പം കൂടുതലും ഡോക്യുമെൻറ്റേഷൻ, പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും, ഇപ്പോൾ കുട്ടിക്കൂട്ടമായാലും SHG ആയാലും പിന്നെ ലേബർ വെൽഫെയർ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഫീൽഡ് പോയില്ലെങ്കിൽ പോലും എനിക്ക് കൂടുതലും ഓഫീസ് ലെവൽ ആ ഒരു ടൈമിൽ എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. അതിനുശേഷം പിന്നെ ഞാൻ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്തേക്കുന്ന ഒരു വലിയൊരു പ്രോഗ്രാം ആയിരുന്നു വാക്സിനേഷൻ ക്യാമ്പയിനിങ്. ഇപ്പോൾ ഫ്രീ കോവിഡ് വാക്സിൻ നമ്മളിവിടെ കൊടുക്കുകയുണ്ടായി മൈഗ്രൻ്റ് വർക്കേഴ്സിനും, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ കമ്മ്യൂണിറ്റിയിലൊരു ഫ്രീ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പ് നമ്മൾ നടത്തി. അതായിരുന്നു എൻ്റെ ഇവിടുത്തെ എക്സ്പീരിയൻസിൽ ഏറ്റവും വലിയൊരു ഇവൻ്റായിട്ട് ഇപ്പോൾ നടന്നത്. അതല്ലാണ്ട് ഇപ്പം പിന്നെ എനിക്ക് ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഡോക്യുമെൻറ്റേഷൻ സ്കില്ലാണ്. അപ്പോൾ ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഞാൻ പല സ്ഥലങ്ങളിലും ഫീൽഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ സ്പെഷ്യലൈസേഷൻ മെഡിക്കൽ ആൻഡ് സൈക്യാട്രിയാണ്. അപ്പം ഞാൻ തിരിച്ച് ഒരു കമ്മ്യൂണിറ്റി സെറ്റിങ്ങിലേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. കൂടുതലും ഞാൻ എൻ്റെ ഫീൽഡ് വർക്ക് ഞാൻ ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ ചെയ്തിട്ട് ഇൻറ്റേൺഷിപ്പിന് ഞാൻ ഒരു കമ്മ്യൂണിറ്റി സെറ്റിങ്ങിൽ സോഷ്യൽ വർക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ തന്നെ ആയിരുന്നു ഇത്. എല്ലാ സെക്ടേഴ്സിലൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. വുമൺ ആയാലും ചിൽഡ്രൻ ആയാലും അല്ലെങ്കിൽ ഏതൊരു സെക്ടർ എടുത്താലും അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻ്റർവെൻഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പഠിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എനിക്കിവിടെ കിട്ടിയത്. അതുപോലെ തന്നെ ഞാനിവിടെ ജോയിൻ ചെയ്തപ്പോൾ സോഷ്യൽ വർക്ക് സ്റ്റുഡൻ്റായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരൊക്കെ അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്തതാണ്. അപ്പോൾ സ്റ്റാഫിൽ നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു സപ്പോർട്ടാണ്. കാരണം ഞാൻ ഭയങ്കര പേടിച്ച് ഒരു ഫസ്റ്റ് ഒരു ഓർഗനൈസേഷനിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് എൻ്റേതായ കുറേ ഇൻസെക്യൂരിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് സ്റ്റാഫും എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഒരുപാട് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആയാലും ലിസണിങ്, ഒബ്സർവേഷൻ, ഓരോ സ്കിൽസും നമ്മൾ ഒരു ആസ് എ സോഷ്യൽ വർക്കർ നമുക്ക് വേണ്ട എല്ലാ സ്കിൽസും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു ഓർഗനൈസേഷനാണിത്. എല്ലാ സെക്ടേഴ്സിലും വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് സോഷ്യൽ വർക്ക്. ഇത്രയും ഒരു 2 years ജേണിയിൽ എനിക്ക് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്കിവിടെ കിട്ടിയത്.
അപ്പം താങ്ക് യു ESS ഫോർ ലൈക്ക് ഇവിടെ എനിക്ക് ഇങ്ങനത്തെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും ESSന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. നൈപുണ്യ പരിശീലനവും തൊഴിൽ സംരംഭകത്വവും എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രധാന പ്രവർത്തന മണ്ഡലമാണ്. കേന്ദ്ര സർക്കാർ പദ്ധതിയായ ജൻ ശിക്ഷൻ സൻസ്ഥാൻ JSSന്റെ വൈദഗ്ധ്യ പരിശീലന കേന്ദ്രങ്ങളിൽ ഏറ്റവും മികച്ച സംവിധാനം ഒരുക്കിയിരിക്കുന്ന കേന്ദ്രങ്ങളിൽ ഒന്നാണ് എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടേത്. തൊഴിൽ പരിശീലനം മാത്രമല്ല, സമൂഹം അഭിമുഖീകരിക്കുന്ന ഏതു പ്രതിസന്ധിയിലും പരിഹാരമായി എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി മുൻപന്തിയിൽ തന്നെയുണ്ടാവും. അത്യാഹിതങ്ങളിലെ ഇടപെടലുകൾ, ജീവൻ രക്ഷാ പദ്ധതികൾ, സ്വയം രക്ഷാ പരിശീലനങ്ങൾ എന്നിവയിൽ എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രാവീണ്യവും ഇടപെടലുകളും പ്രശംസനീയം തന്നെ. ഏതു കോണിൽ നിന്ന് നോക്കിയാലും സേവനത്തിന്റെ ക്രൈസ്തവ മാതൃകയുടെ ഉത്തമ ഉദാഹരണമാണ് വരാപ്പുഴ അതിരൂപതയുടെ എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി.